ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് ആണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ഡോക്സ് ആണ്. നമുക്ക് ഓൺലൈനായി ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെങ്കിൽ, ഇനി അതല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് മറ്റുള്ളവർക്ക് എഡിറ്റ് ചെയ്യാനും അഭിപ്രായം പറയാനും ഓൺലൈനായി അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ലളിതവും ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു സംവിധാനമാണ് ഗൂഗിൾ ഡോക്സ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള സ്ഥലപരവും സമയപരവുമായ വ്യത്യാസങ്ങളെ വളരെ ഈസിയായി മറികടക്കുന്ന ഒന്നാണ് ഗൂഗിൾ ഡോക്സ്. ഈ ഗൂഗിൾ ഡോക്സ് പരിചയപ്പെടുത്തുന്ന ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൂഗിൾ ഷീറ്റ്സ് പോലെ തന്നെ ഗൂഗിൾ ഡോക്സും ഗൂഗിൾ നമുക്ക് നൽകുന്ന ഒരു സേവനമാണ്. ഗൂഗിൾ അക്കൗണ്ടുള്ള എല്ലാവർക്കും ഫ്രീ ആയി ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു ബ്രൗസർ തുറക്കാം. ഞാനിവിടെ ഫയർഫോക്സ് ആണ് തുറക്കുന്നത്. ഫയർഫോക്സ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. google.com ഗൂഗിളിൻ്റെ പേജ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ജിമെയിൽ, ഇമേജസ് എന്നൊക്കെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ആണ്, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും ഇവിടെ കാണിക്കുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം ഗൂഗിൾ ഡോക്സിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സൈൻ ഇൻ ചെയ്ത അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഇത് സേവ് ചെയ്യപ്പെടുക. അതിനുശേഷം ജിമെയിൽ, ഇമേജസ് എന്നൊക്കെ കാണുന്നിടത്ത് ഈ 9 ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെയായി ഗൂഗിൾ ഷീറ്റ്സിൻ്റെ അടുത്തായി ഗൂഗിൾ ഡോക്സ് എന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡോക്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഫോണിലും ഇതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് ലഭിക്കുക. ഇതിൽ മുമ്പ് നമ്മൾ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ ഇങ്ങനെ കാണാം. ഇനി അതല്ല, നമ്മൾ ഗൂഗിൾ ഡോക്സിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് പുതിയൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടൺ കാണുന്ന ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഷീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ മൈക്രോസോഫ്റ്റ് ഓഫീസിലാണെങ്കിൽ തുറക്കാറുള്ള വേർഡ് പോലെ, ഇനി അതല്ലെങ്കിൽ ഉബുണ്ടുവിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള റൈറ്റർ പോലെ ഒരു പേജ് നമുക്ക് തുറന്നു വരും. ഈ റൈറ്ററിലും വേർഡിലും നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പേര് ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് എന്ന് കാണാം. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് നമുക്ക് മാറ്റാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണോ അത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ്. ലെറ്റർ എന്ന് പറയുന്നൊരു പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ടു ഡ്രൈവ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണത്തേതുപോലെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിനെ എങ്ങനെയാണെന്ന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, ലെറ്റർ എന്ന് പറയുന്ന ആ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഹെഡിങ് സാധാരണ സെൻറ്ററിലേക്ക് വരണം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മുകളിൽ സെൻറ്റർ അലൈൻമെൻറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻറ്ററിലേക്ക് വരും. ഇനി ഹെഡിങ് ആയതുകൊണ്ട് ഇതിനൊന്ന് ബോൾഡ് ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടണം. അതിനിവിടെ ഇങ്ങനെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്കൊന്ന് മാറ്റണം. അതിനിവിടെ ടെക്സ്റ്റ് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കളർ സെലക്ട് ചെയ്തു. ഇനി ഈ ഹെഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈന് വിട്ടിട്ടാണ് നമ്മൾ അടുത്തത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു എൻ്റർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിവിടെ ഈ എഴുതിയിരിക്കുന്ന മാറ്ററിൻ്റെ സൈസ് കൂട്ടണം. അതിന് വീണ്ടും ഈ സൈസിനകത്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇത് മാറ്റർ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ സെൻട്രൽ റൈറ്റ് അലൈൻമെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റിഫൈ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ വൃത്തിയിൽ നമുക്ക് കിട്ടും.
ഇനി നമുക്കിവിടെ ചില ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഈ ഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ഇവിടെ ഉണ്ട്, ഹൈലൈറ്റ് കളർ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഇതിലാണ് ഹൈലൈറ്റ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇതിനകത്തേക്ക് ചിത്രം കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഫയൽ, എഡിറ്റ്, വ്യൂ എന്നൊക്കെ കാണുന്നിടത്ത് ഇൻസേർട്ട് എന്ന് കാണാം. ആ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇമേജസ് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു ഇമേജ് ഇവിടെ ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എനിക്കൊരു ഇമേജ് കിട്ടി. ഇത് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ചെറുതാക്കാം. കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിലും ഇതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് കൂടെ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുകയും അതിനകത്ത് എഡിറ്റിംഗ് സാധ്യമാക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്. പക്ഷേ നമുക്കിപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ഷെയർ ചെയ്യുന്നത് അത്ര അങ്ങോട്ട് എളുപ്പമല്ല. ആളുകൾ അവരുടെ മെയിൽ ഓപ്പൺ ചെയ്യുകയൊക്കെ വേണം. അതിന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് വഴി ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മൾ ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്ത് അയക്കാം. പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും തുറക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും. അതിനായി നമുക്ക് ഗെറ്റ് ലിങ്കിൻ്റെ താഴെയായിട്ട് ചേഞ്ച് ടു എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് എനിവൺ ഓൺ ദ ഇൻ്റർനെറ്റ് വിത്ത് ദിസ് ലിങ്ക് ക്യാൻ വ്യൂ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് മാറും അത്. പക്ഷേ നമുക്ക് അവർ കണ്ടാൽ പോരാ, വ്യൂവറല്ല അവർ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വ്യൂവറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്ററാക്കി മാറ്റാം. എന്നിട്ട് ഡൺ കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് ലിങ്ക് കോപ്പി ചെയ്തു. ഇനി നമുക്ക് വാട്സപ്പ് തുറന്ന് അതിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വാട്സപ്പിലൂടെ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഗൂഗിൾ ഡോക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗൂഗിൾ ഡോക്സിലേക്ക് പോകും. ഇപ്പോൾ ഗൂഗിൾ ഡോക്സ് വഴി ഈ ഡോക്യുമെൻ്റ് തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ആ മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യവും സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഹെഡിങ്ങിൽ അദ്ദേഹം ഒരു മാറ്റം ഇവിടെ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പേജിൽ അത് എഫക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അദ്ദേഹം എഡിറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഇതിങ്ങനെ എഡിറ്റായി നമ്മുടെ പേജിൽ വരുന്നത് കാണാം. ഇനി അദ്ദേഹം അതിൻ്റെ കളർ മാറ്റുകയാണ്. സെലക്ട് ചെയ്ത് കളർ മാറ്റുകയാണ്. കളർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ടെക്സ്റ്റിൽ ഒരു മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇങ്ങനെ മാറി വന്നത് കാണാം. ഇതുപോലെ ഗ്രൂപ്പായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായി എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് കഴിയും. ഇനി ഇങ്ങനെ തയ്യാറാക്കിയ ഡോക്യുമെൻറ്റ്സ് ഗൂഗിൾ ഡ്രൈവിൽ ഏത് സമയവും നമുക്ക് ലഭ്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓഫ്ലൈനായി ഉപയോഗിക്കണമെങ്കിൽ നമുക്കിത് സേവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഫയലിൽ നിന്നും പ്രിൻ്റിലേക്ക് പോകാം. പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സേവ് ഫയൽ എന്ന് കാണാം. അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡായി നമ്മുടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ കാണാം നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ദൂരെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഈ സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബായ്.